കൂട്ടുകാർക്ക് നമ്മുടെ രാജസ്ഥാൻ സീരീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരാണ്. അപ്പോൾ ജയ്പൂർ നമ്മൾ നൈറ്റ് വന്നിട്ട് നമ്മളിവിടെ റൂം എടുത്തേക്കുന്നത്, നമ്മൾ ഡോർമെറ്ററിയാണ് എടുത്തേക്കുന്നത്, ടേ റൂമാണ് എടുത്തേക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് കൂടെ ഡോർമെറ്ററിക്ക് 696 രൂപയായി. റൂമുകളും ഒരുപാട് റൂമുകളുണ്ട് കണ്ടോ, നമ്മുടെ എല്ലാ റൂമുകളുണ്ട്. സൗകര്യങ്ങൾ നമ്മൾ കാണിച്ചു തരാം. നമ്മുടെ D12 ഒന്ന് ഈ റൂമാണ്. അത്യാവശ്യം ഡോർമെറ്ററിയാണ്. നമ്മൾ സാധാ ഉള്ളിടത്തെ ഡോർമെറ്ററി പോലെ ഒരു ഹാളിലല്ല, ഇങ്ങനെ ഒരു ഡോർമെറ്ററിയാണ്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, ബെഡ്, ബ്ലാങ്കറ്റ് എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ ഈ റൂമും അതുപോലെ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ അകത്തൊരു 5 എണ്ണമുണ്ട്, 5 പേർക്ക് കിടക്കാം. സെപ്പറേറ്റ് റൂം പോലാണ് കേട്ടോ, ക്യാബാണ്. അപ്പോൾ നമുക്ക് ജയ്പൂരിലെ കാഴ്ചകൾ നമ്മളിനി ആരംഭിക്കുകയാണ്. ഇപ്പോൾ സമയം 2 മണിയല്ലേ, പുലർച്ചെ 2 മണിയായി. അപ്പം നാളെ രാവിലെ നമുക്ക് എണീക്കണമെന്ന് നല്ല ടയർഡാണ് ഞങ്ങൾ. നാളെ രാവിലെ എണീറ്റിട്ട് ജയ്പൂരിലെ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ നിന്ന് ജയ്പൂരിലെ റൂമിൽ നമ്മൾ ഇനി നമ്മൾ നേരെ എല്ലാം കഴിക്കണം. നമുക്ക് കഴിച്ചിട്ട് കുറച്ച് മെമ്മറി കാർഡും കാര്യങ്ങളൊക്കെ മേടിക്കണം, കാരണം വീഡിയോസ് ഒന്നും സേവ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വേണം നമുക്ക് ജയ്പൂർ സിറ്റി ഒന്ന് നടന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം അല്ലേ. നമുക്ക് ഇത് താക്കോലിനി ആദ്യം കൊടുക്കണം. ഇവിടെ മറ്റൊരു ഡോർമെറ്ററിയാണ്, ഡോർമെറ്ററി 2. ഇവിടെയും ഉണ്ട് 1, 2, 3, 4, 5 മുറികളുണ്ട്. ഒരു വ്യൂ ഉണ്ട് എന്ന് പറഞ്ഞാൽ അനീഷ് ബ്രോ കാണിക്കാൻ വിളിച്ചോണ്ട് പോകണേ. മിക്കവാറും റെയിൽവേ സ്റ്റേഷൻ്റെ സൺഡേ ഉള്ള വ്യൂ ആയിരിക്കും. നമ്മുടെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ്. ആ കാണുന്നതാണ് ജയ്പൂർ മെട്രോ. നമുക്കിനി മെട്രോയിലൊന്ന് കയറണം. മെട്രോയിൽ കയറിയിട്ട് വേണം നമുക്ക് ഹവാമഹലൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ ഒരു കാഴ്ച. നമുക്കിനിയും സ്റ്റേഷൻ്റെ വെളിയിൽ ഇറങ്ങണം. ഇവിടെ ഇറങ്ങിയിട്ടെല്ലാം കഴിക്കണം. കഴിച്ചിട്ട് വേണം നമുക്ക് മറ്റുള്ള കുറച്ച് മെമ്മറി കാർഡൊക്കെ മേടിക്കണം. അതെല്ലാം നമ്മുടെ പോയി കംപ്ലൈൻ്റ് ആയി. എന്നിട്ട് IRCTCയുടെ ഒരു ചായ കുടിച്ച് 2 ഇഡലിയും കഴിക്കാൻ നോക്കിയാൽ. 2 ഇഡലിയും സാമ്പാറിനും കൂടെ 2 പേർക്ക് കൂടെ 142. അപ്പം 70 രൂപ അല്ലേ, 70 രൂപയോളം. ചായക്ക് 38 രൂപ. നല്ല കത്ത് റേറ്റ് കേട്ടോ. പുറത്തൊന്നെല്ലാം കഴിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ജയ്പൂർ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണുള്ളത്. അപ്പോൾ രാവിലെ ഫുഡ് അടിച്ച കാര്യമൊക്കെ നിങ്ങൾ കണ്ടു കാണിരിക്കുന്നത്. നല്ല കത്തിയായിരുന്നു. ഇനിയിപ്പം നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് കറങ്ങണം. കറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ബാഗൊക്കെ ഇവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പറ്റുമെങ്കിൽ മെട്രോയിൽ തന്നെ കയറാമല്ലോ. മെട്രോയിൽ കയറി ഞങ്ങൾ പറ്റുമെങ്കിൽ ഹവാമഹലൊക്കെ ഒന്ന് പോകണം. നമുക്ക് പറ്റുമെന്നല്ല, പോകണം. ഇവിടെ വരെ വന്നിട്ട് ഹവാമഹല കണ്ടില്ലേ പിന്നെ ഭയങ്കര ഇതല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ജയ്പൂർ റെയിൽവേ സ്റ്റേഷൻ. ഞങ്ങളത് അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി മാർക്കറ്റിലേക്ക് നടക്കുവാണേ. ഞങ്ങൾക്ക് കുറേ സമയമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പതുക്കെ നടക്കുവാണ്. അപ്പോൾ ഓട്ടോക്കാരെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊതിയുന്നുണ്ട്. ഞങ്ങളതിലൊന്നും കൈ കൊടുക്കാതെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ വലിയ തിരക്കൊന്നും സിറ്റി തോന്നുന്നില്ല അല്ലേ, പറയത്തക്ക. കുഴപ്പമില്ല, വലിയ തിരക്കൊന്നും കാണും. ഉള്ളതുകൊണ്ടായിരിക്കാം, മെട്രോ ഒക്കെ ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. രാവിലത്തെ ഈ സമയത്ത് നല്ല തിരക്ക് വരേണ്ടതാണ്, പക്ഷെ അത് നമുക്കറിയില്ല. സാധാരണ ഇതിലങ്ങനെ വരേണ്ടതാണ്, പക്ഷെ വലിയ തിരക്കായിട്ടൊന്നും നമുക്ക് വലിയ ഫീൽ ചെയ്യുന്നില്ല. പറഞ്ഞൊക്കെ തിരിച്ചെടുത്തേക്കുന്നു. രാവിലെ നല്ല തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം കണ്ടല്ലേ, ഇതാണ് അവസ്ഥ. ഹോണടിയുടെ മേളമാണ്. സ്റ്റാൻഡാണ്. പിന്നെ ഒരുപാട് ടൂറിസ്റ്റ് വണ്ടികളുണ്ടല്ലേ, ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ലോങ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികളുണ്ട്. ഞങ്ങളിപ്പോൾ നടന്ന് മാർക്കറ്റിൻ്റെ അടുത്തോട്ട് വരാറായി കേട്ടോ. നമ്മളിപ്പോൾ കുറേ മുന്നോട്ട് നടന്നപ്പോൾ അവിടെ രാജസ്ഥാൻ സിന്ധി ക്യാമ്പ് ബസ് സ്റ്റാൻഡ് അല്ലേ, സിന്ധി ക്യാമ്പ് ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞ സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ സ്റ്റാൻഡിൽ കയറി നോക്കാൻ പോവാം. നമ്മുടെ KSRTC എല്ലാം കാണും ഇവിടെ. കുറച്ച് ബസ്സുകൾ എന്തെങ്കിലും നോക്കാം, നമ്മുടെ അടുത്ത് ബസ്സുകളൊക്കെ ഉണ്ടെന്ന് നോക്കാം. സ്റ്റേഷനുള്ളിലേക്ക് ഞങ്ങൾ കയറി. സ്ഥലപ്പേരൊക്കെ വായിക്കേണ്ട അറിയാതൊരു വായിച്ചെടുത്തോളം കേട്ടോ. അങ്ങനെ കുറേ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ബസ്സുകളുണ്ട്. ഞങ്ങൾക്ക് അത്ര ഹിന്ദി ഭാഷയില്ല. ഞങ്ങൾ ഒരു കഷ്ടിച്ച് വളരെ പ്രയാസപ്പെട്ടൊക്കെയാണ് ഹിന്ദി വായിച്ചെടുക്കുന്നത്. അതെ, ഇവിടെ നിന്ന് രാജസ്ഥാൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലേക്കും ബസ്സുണ്ട് ഞങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോൾ. നമ്മുടെ KSRTC മാത്രമല്ല, ഇവിടെ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അതൊരുമാതിരി പെയിൻ്റൊക്കെ പോയി, പരസ്യമൊക്കെ കീറിക്കളഞ്ഞാണ്. അവസാനം അത് പെയിൻ്റ് അടിച്ചിട്ടില്ല. പക്ഷേ ഈ സംഭവം നല്ല രസമുണ്ട് കാണാൻ കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് സ്റ്റേഷൻ കിടക്കുന്നത്. നല്ല രസമുണ്ട്.
ഈ കിടക്കുന്നതൊക്കെ ഡീലക്സ് ബസ്സുകളാണ്. അപ്പം നമ്മൾ ഈ കാണുന്നത് ഇവിടെ ഡീലക്സ് ബസ്സുകളുടെ ഒരു വെയിറ്റിംഗ് റൂമാണ്. അപ്പോൾ അതിനുള്ളിലൊരു കാഴ്ച ഒന്ന് കാണിക്കാം. അടിപൊളി വെയിറ്റിംഗ് റൂമാണ് കേട്ടോ. അതിൻ്റെ ഒരു ഉൾപ്പാവും. അപ്പോൾ അതെ നമ്മളിങ്ങനെ സ്റ്റാൻഡിൽ നടക്കണം. അതിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം, ഇവിടെ ബസ്സുകൾ കൂടുതലും ടാറ്റയുടെ അല്ലേ? കുറവാണ്. കൂടുതലും ടാറ്റയാണ്. പഴയ മോഡലുകളല്ലേ? ആ, നമ്മളിപ്പോൾ നടന്ന് ചാന്ദ്പോൾ എന്നൊരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇവിടേക്ക് എനിക്കൊന്ന് മെട്രോ സ്റ്റേഷന് ഇതിനടിയിലാണ്. ഇവിടെ വേസ്റ്റ് ക്ലീൻ ചെയ്യണം. നോക്കി കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് മാർക്കറ്റിൻ്റെ അവിടെ വരെ പോകണം. ഇപ്പോൾ ചാന്ദ്പോൾ മാർക്കറ്റ് റോഡ് വന്നു കേട്ടോ. ഇവിടെ ചെറിയൊരു കവാടമൊക്കെ ഉണ്ട്. നമുക്ക് വൈകിട്ട് എന്തായാലും ഇവിടേക്ക് ഒന്നുകൂടെ വരേണ്ടി വരും. ഞങ്ങൾ കറങ്ങാൻ വരുന്നുണ്ട്. പിന്നെ ചുമ്മാ രാവിലെ കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞങ്ങൾ ഇറങ്ങിയെന്നുള്ളതേ ഉള്ളേ. ചാന്ദ്പോൾ ഗേറ്റ് മാർക്കറ്റിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിൽ ഗേറ്റ് കഴിഞ്ഞ് ഇങ്ങനെ പോവാണ് കേട്ടോ. ഓരോ കടകൾക്ക് ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് പറയാൻ വിട്ടൊരു കാര്യം, ഞങ്ങൾ റൂമൊക്കെ എടുത്തായിരുന്നു കേട്ടോ. റൂം ബുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ റൂമിൽ കൊണ്ട് ഞങ്ങളുടെ ബാഗൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇപ്പോൾ ഇറങ്ങിയത്, ഭക്ഷണമൊക്കെ കഴിച്ചിട്ട്. അതുകൊണ്ട് ആ ബാഗൊന്നും കാണാത്തത്. അപ്പോൾ റൂം നമ്മൾ ഗോപിവേലാണ് ബുക്ക് ചെയ്തത്. 850 രൂപ അല്ലേ? ടാക്സ് ഉൾപ്പെടെ 850 രൂപയ്ക്ക് കിട്ടി. കുഴപ്പമില്ലാത്ത റൂമാണ്. നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ട് അത് കാണിക്കാം റൂം. അപ്പോൾ ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കിട്ടിയ സമയം കൊണ്ടൊന്ന് സിറ്റിയൊക്കെ ഒന്ന് ഇറങ്ങി കാണാമെന്ന് വെച്ചു. അങ്ങനെ ഇറങ്ങിയതാണ്. നമ്മളിപ്പോൾ ടൗണിൽ വെറുതെ കറങ്ങുവാണ് കേട്ടോ. അപ്പോൾ രാവിലെ തുടങ്ങിയ കറക്കമാണ്. പ്രത്യേകിച്ച് അപ്പോൾ ഇതൊക്കെയുള്ള വീഡിയോ, അതുകൊണ്ട് ഞങ്ങൾ ഇതിന് ഇടാഞ്ഞ്. അതേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ കണ്ട് നടക്കുവാണ്. ടൗണൊന്ന് പരിചയപ്പെടുവാണ്. മുകളിൽ കൂടെ മെട്രോ, താഴെ കൂടെ ട്രെയിൻ പോകുന്നുണ്ട്. നമ്മൾ സിറ്റികളിൽ ചില റോഡുകൾ മൊത്തം വേസ്റ്റാണ്. അടുക്കും മറ്റേ ഈ നമ്മുടെ ഓടകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പൊട്ടി ഒഴുകിയൊക്കെ ആണെങ്കിൽ ചില സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഇതാണ്. പക്ഷേ ചില റോഡുകൾ നല്ല നീറ്റാണ്, നല്ല ക്ലീനായിട്ട് നല്ല സൂചിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കൂടുതലും ഈ നമ്മുടെ സർക്കാർ, എനിക്ക് തോന്നുന്നു ഈ ഓഫീസുകളൊക്കെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെയാണ്. നമ്മൾ ആ ഹൈക്കോർട്ടിൻ്റെ ഒക്കെ അവിടെ വന്ന സമയത്തൊക്കെ അവിടെയൊക്കെ നല്ല നീറ്റായിരുന്നല്ലോ. ബാക്കി എല്ലാ സ്ഥലങ്ങളും ഇതേപോലെയാണ് കിടക്കുന്നത്. ആഗ്ര ഫോർട്ട്, അജ്മീർ ഇന്റർസിറ്റി അല്ലേ? ആ, അജ്മീർ ആഗ്ര സിറ്റി, ആഗ്ര ഫോർട്ട് പോകണതാണ്. ആഗ്ര ഫോർട്ട് അജ്മീർ ഇന്റർസിറ്റിയാണ് പോകുന്നത്. ഇന്റർസിറ്റി അങ്ങനെ തിരക്കാണ്, നല്ല തിരക്കുണ്ട്. നല്ല തിരക്കുണ്ട് അല്ലേ? കാരണം എനിക്ക് തോന്നുന്നു ഇത് മറ്റേ ഉദ്യോഗസ്ഥരെയൊക്കെ ഉദ്ദേശിച്ച്, ജോലിക്കാരെയൊക്കെ ഉദ്ദേശിച്ച് മൊത്തം ജനറൽ അല്ലേ? മൊത്തം ജനറലാണ്. അത് ജോലിക്കാരാണെന്ന് തോന്നുന്നു എല്ലാവരെയും കണ്ടിട്ട്. അവരെ ഉദ്ദേശിച്ചത് കാരണം ഏകദേശം 4:30-5 മണി കഴിഞ്ഞല്ലോ. ഇവിടെ ഇപ്പം നമ്മൾ വന്ന വഴി കാണാം. നമ്മൾ അവിടുന്ന് ഇതേ ഇങ്ങോട്ടാണ് വന്നത്, കയറി ഇങ്ങനെ വന്നു. ആ കാണുന്നതാണ് മെട്രോ സ്റ്റേഷൻ. പിന്നെ ഏത് റോഡാണ് നമുക്കറിയില്ല. ഈ തിരക്കിനിടയ്ക്കൂടെ ഒരു കുതിരവണ്ടി പോകുന്നുണ്ടോ? വണ്ടിക്കിടയിലൂടെ പോകണേ.
നമ്മൾ ഈ ഫ്ലൈ ഓവർ കാണുന്നത് അജ്മീർ ജയ്പൂർ റോഡാണ്. അപ്പോൾ നമ്മുടെ ജയ്പൂരിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. വ്യവസായങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ് ജയ്പൂർ. ഈ സ്വർണം, വജ്രം, പിന്നെ രത്നക്കല്ലുകൾ എന്നിവയിലൊക്കെ പേരുകേട്ട, എനിക്കൊന്ന് ഏഷ്യയിലെ ഇല്ലേ, ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നതാണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പേരുകേട്ട ഒരു നഗരങ്ങളിലൊന്നാണ് ഈ ജയ്പൂർ. ഇവിടുന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ലെഫ്റ്റാണ്, കളക്ട്രേറ്റ് സർക്കിൾ ലെഫ്റ്റാണ്. അതുപോലെ ഡൽഹി, ആഗ്ര നേരെയാണ്, എയർപോർട്ട് റോഡ് റൈറ്റുമാണ്. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അത്യാവശ്യം തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് നമ്മളെടുത്ത റൂം കേട്ടോ. ഇത് നമ്മൾ ഗോയബിബോയിൽ 650 രൂപയ്ക്ക് കിട്ടി. നല്ല റൂമാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള കാഴ്ചകൾ, ജയ്പൂരിലെ മെട്രോയുടെയും അതുപോലെ തന്നെ ഹവാമഹലിൻ്റെയൊക്കെ കാഴ്ചകൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.